വെൽക്കം ടു സുമി മുവാസ് ടേസ്റ്റി കിച്ചൻ. കുറച്ച് ദിവസമായിട്ടോ 2 വീക്സായി ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ ചാനലിൽ. ഇന്ന് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടാൻ പോവാണ്. ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ, ഒരു ഹാഫ് ഡേക്ക് അകത്തുള്ള ടൈമേ ഞാൻ ഇതിലോട്ട് ഇടുന്നുള്ളൂ. കാരണം അത്ര ടൈമേ എനിക്ക് വീഡിയോ പിടിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ രാവിലെ ഏകദേശം 5:45 എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റു, നിസ്കാരം എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ ഉപ്പിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയാണ്, ഏത് ഇടിയപ്പത്തിൻ്റെ ഏത് കമ്പനിയിലും കുഴപ്പമില്ല. ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെ പൊടി ഞാൻ വീമാസിൻ്റെ ഞങ്ങളുടെ കടയിലുള്ള തന്നെ പൊടിയാണ്. അത്യാവശ്യം നല്ല പൊടിയാട്ടോ അവർ. അതിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് സാധാ വെള്ളത്തിൽ നല്ല ലൂസായിട്ട് തന്നെ ബാറ്റർ തയ്യാറാക്കി എടുക്കും. നമുക്കിത് നമ്മുടെ ദോശക്കല്ലിലോ അല്ലെങ്കിൽ പാനിലോ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേറെ മറിച്ചൊന്നും ഇടണ്ട. പെട്ടെന്ന് നൈസായിട്ട് വരുന്ന ഒരു അപ്പമാണ്. നല്ല എളുപ്പമാണ്, നമുക്ക് പണിയും ഇതാണ്. വളരെ സോഫ്റ്റും തിന്നായിട്ടുള്ള ഒരു അപ്പവും കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഐറ്റംസും ഒന്നും ചേർക്കുന്നില്ല. മോന് എരിവ് കുറച്ച് ഉണ്ടാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള ഇത് കഴുകിയെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. അപ്പോൾ ആ സമയം ഞാൻ ചായ തിളച്ചു. എനിക്ക് മധുരം ഇടാത്തതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് കുടിക്കുന്നത്. അവർക്കൊക്കെ ഉള്ള ചായ ഇച്ചിരി കടുപ്പത്തിന് തന്നെ എടുത്തു കേട്ടോ. ഇക്കാർക്കുള്ള ചായ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6:45 കൂടി എപ്പോഴും ഷോപ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ പുള്ളി ഫ്രഷായി വന്നിട്ടുണ്ട്. ചായ ഞാൻ ഫ്ലാസ്കിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ 2 പേരും നല്ല ഉറക്കത്തിലാണ്. മോന് 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോക്ക് ഇപ്പോൾ 1.5 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 പേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇക്കെ പോയി കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണിയിലോട്ട് കയറാൻ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഞങ്ങൾ തീർത്ത് വെച്ച് പിന്നെ മുറ്റടിക്കലും ഒക്കെ ഒന്ന് അടിച്ച് തുടക്കലൊക്കെ ഉള്ളൂ. അപ്പം ഇപ്പോൾ കടയിൽ 1.5 ആഴ്ചയായിട്ട് ഞാൻ പോയി തുടങ്ങിയതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ എനിക്ക് ഷോർട്സും വീഡിയോസും ഒന്നും ഇടാൻ പറ്റാത്തത്. കട ഒന്ന് സെറ്റ് ചെയ്യുക. കാരണം മോളെയും കൊണ്ട് ചിലപ്പം പോവേണ്ടി വരും. കാരണം 10:10 ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് കാറിൻ്റെ ഓട്ടം പോകാറുണ്ട് എറണാകുളം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഓട്ടം പോകുന്ന അവസരത്തിലും കട അടച്ചിടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഇപ്പോൾ മോൾക്ക് ഇത്ര ആയതുകൊണ്ട് ഞാൻ മോളെയും കൊണ്ട് കടയിൽ പോയി ഇരിക്കാറാണ് പതിവ്. ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇച്ചിരി കുസൃതിയൊക്കെ കാണിക്കും. അപ്പോൾ ഇന്ന് ഫ്രണ്ടിൽ ഒത്തിരി അടിച്ച് വരാനൊന്നും കരിയിലൊന്നുമില്ല കേട്ടോ. ബാക്ക് വശത്ത് അത്യാവശ്യമുള്ള. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തയ്യാറാക്കിയിട്ട് നമുക്ക് മുറ്റടിക്കാനൊക്കെ പോകാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ്. ചിനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു. എന്നിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ സമയം തന്നെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനും കൂടെ നോക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി കേട്ടോ. രണ്ടിനും പാൻ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പത്തിൻ്റെ മാവ് നല്ല ലൂസാക്കി വയ്ക്കുക. നമുക്കിപ്പോൾ വേണമെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഫുള്ളായിട്ട് ഒഴിച്ച് ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിപ്പം കുറച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും ഫുള്ളായിട്ട് ഒഴിക്കുമ്പോൾ. നല്ല സോഫ്റ്റ് ആയിട്ടോ, തണുത്ത് വരുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, വളരെ തിന്നുമാണ് അപ്പം. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ അപ്പം, ഒരു വശത്ത് നമ്മുടെ മുട്ടക്കറി. സിമ്പിളായിട്ടുള്ള മുട്ടക്കറി. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ഐറ്റം ഒന്നും ചേർക്കുന്നില്ല. കശ്മീരി മുളക് കുറച്ച് ഒരു ടീസ്പൂണും പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ടാണ് മുട്ടക്കറി. വേറെ ഒരു ഐറ്റം ഒരുപാടായിട്ട് ഞാൻ അതിലോട്ട് ചേർക്കുന്നില്ല. എരിവ് കുറച്ച് ചേർക്കുന്നുള്ളൂ, മോന് കഴിക്കാനുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന തൊണ്ട് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമാണെന്നും കൂടെ നോക്കിക്കോണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം കറി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് 2 സെക്കൻഡ് ഒന്ന് തിളച്ച് വരുമ്പോൾ ആ കറിയുടെ ഗ്രേവി നല്ല കുറുകി ഒന്ന് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അടച്ചും കൂടെ വെച്ച് ഒന്ന് തിളച്ചാൽ മതി, കഴിഞ്ഞു. അവിടെ അപ്പം നമ്മുടെ ഒരു വശത്ത് കഴിയാറായിട്ടുണ്ട്. അപ്പവും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7:30 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇക്കാരനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു ഇതിൽ ആക്കി കൊടുത്തു വിടാറുണ്ട് മോൻ്റെ കയ്യിൽ. കാരണം അവിടെ നിന്ന് ഇടയ്ക്ക് കഴിക്കും. ഇപ്പം അങ്ങനെയാണ്. കാരണം ഞാൻ കടയിലോട്ട് ചെല്ലുമ്പോൾ 10 മണിയൊക്കെ ആവുമല്ലോ. അത്രയും നേരം വിശന്നിരിക്കേണ്ടതെന്ന് കരുതിയിട്ട് മോൻ്റെ കൊടുത്തു വിടും.
അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞു. ഇനി മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. മോന് നല്ല ഉറക്കത്തിൽ ഒന്നും കൂടെ മൂടി പൊതിച്ചൊക്കെ കിടക്കാം. അവന് 9-10 ആകുമ്പോഴത്തേക്ക് അവൻ്റെ ബസ് വരിക. മോള് അപ്പുറത്താണ്, അപ്പുറത്തെ റൂമിലാണ്. മോള് നല്ല ഉറക്കത്തിലാണ്. ചില ടൈമിൽ രാവിലെ തന്നെ എൻ്റെ ഒപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല കേട്ടോ. നല്ല ഉറക്കത്തിലാണ് ആൾ. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ മുഖം പൊത്തി അങ്ങ് പിടിച്ചോളും. ലൈറ്റ് ഇഷ്ടമല്ല, ലൈറ്റ് ഇടാണ്ടാ കിടക്കാറ്. 0 ബൾബ് ഇടും രാത്രിയിൽ. അപ്പം മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് തുണിയും കൂടെ വാഷ് ചെയ്യാനൊക്കെ ഇടാം കേട്ടോ. ഈ രാവിലെ കടയിൽ പോയി തുടങ്ങിയതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഉച്ചത്തെ പണികളൊക്കെ രാവിലെ തന്നെ തീർക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ പണി തീർക്കും, അതേ ഉച്ചയൊക്കെ ആകുമ്പോഴാണോ? പണ്ടൊക്കെ ഞാൻ മുമ്പൊക്കെ പതിയെ മടിച്ച് ഇങ്ങനെ ഉച്ചയാകുമ്പോൾ മതിയല്ലോ ചോറും കറിയൊക്കെ, അങ്ങനെ നിൽക്കും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ഇച്ചിരി എളുപ്പമൊക്കെ ഉണ്ട്. മോളും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മാത്രമേ ചെറിയ ബുദ്ധിമുട്ട് വരും. പുറകു വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മുറ്റടിക്കാനുണ്ട് കേട്ടോ. മെറ്റിലൊന്നും ഇടാത്തത് കൊണ്ട് അത്യാവശ്യം പുല്ലൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു ചെറിയ പ്ലാവുണ്ട്, അത് കായ്ച്ചൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ അത്യാവശ്യം കരിയില ഡെയിലി അടിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. ഞങ്ങളുടെ കരമ്പിക്കൊഴി ഇനി ഈ ഒരാളും കൂടെ ഉള്ളൂ. ബാക്കിയൊക്കെ പട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോയി കേട്ടോ. അപ്പോൾ ആകെ ഒരാളേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ കാന്താരി തൈയാണ്. ഇച്ചിരി വന്ന് നന്നായി വരുന്നേ ഉള്ളൂ. നാരങ്ങയുണ്ട്. പിന്നെ ഇത് നിങ്ങളുടെ റംബൂട്ടാൻ. പിന്നെ പടവലം ഒരെണ്ണം ഞാൻ കാണിച്ചില്ലായിരുന്നു, അത് പന്തലൊക്കെ ഇട്ട് നിർത്തിയിരിക്കണേ ഉള്ളൂ. ഒന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് പൊടിച്ചു വന്നതാട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അരിക്ക് ഇടാനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് പോയി മുറ്റമൊക്കെ അടിച്ചിട്ട് വരാം. അപ്പോഴേക്കും നമുക്ക് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അരി കഴുകി ഇട്ട് കൊടുക്കാമല്ലോ. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പേർഷ്യൻ പൂച്ചയാണ്. 2 പേരുണ്ട്. നമ്മൾ അകത്ത് കയറാനായിട്ട് ഞാൻ ഓടിച്ച് വിടും, മോളൊക്കെ ഉള്ളതുകൊണ്ട് രോമവും മറ്റുമൊക്കെ അതിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ബാക്ക് വശത്ത് മാത്രമേ ഇച്ചിരി അടിക്കുള്ളൂ. ഫ്രണ്ടിലാകെ 1-2 കരിയിലേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊട്ടി ഇങ്ങനെ കളഞ്ഞേ ഉള്ളൂ. അപ്പം സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ പണി ഒരുവിധം പുറത്തെ പണിയും കഴിഞ്ഞു. ഒരുവിധം അകത്തെ പണി ഇനി തൂത്തിറക്കി ജസ്റ്റ് മക്കൾ ഉണർന്നില്ലെങ്കിൽ ഒന്ന് തുടച്ചും കൂടെ എടുക്കാം. തുണി ഇവിടെ സെക്കൻഡ് വാഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരുന്ന് അയല മുളക് ചാറ് വെച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ മീൻ വറുക്കാനുണ്ട്, അത് ഉച്ചയ്ക്ക് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം, വഴുതനങ്ങ. അതും ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാറാണ് പതിവ്. ഇനി ചോറൊന്ന് ഇറക്കി റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറാകുമ്പോൾ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ഞാൻ പോകുമ്പോൾ വാർത്ത് വെക്കും കേട്ടോ. പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ച് വരണം. ഒരു ദിവസം 3 പ്രാവശ്യം അടിച്ച് വരല്ല കേട്ടോ. എങ്ങനെ അടിച്ചിരുന്നാലും എൻ്റെ മോളുടെ കണ്ണിൽ എവിടെയെങ്കിലും വേസ്റ്റ് കണ്ടെത്തുകയും ചെയ്യും, അത് നേരെ വായിലോട്ട് കയറ്റുകയും ചെയ്യും. അതാ പതിവ്. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കി ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കല എൻ്റെ പണി ഒട്ടുമുക്കാലും. ഇപ്പോൾ ഈ നടന്ന് തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഇതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ജസ്റ്റ് റഫായിട്ട് എല്ലായിടും ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേര് എഴുന്നേറ്റില്ലെങ്കിൽ ഒന്ന് ഓടിച്ചൊരു തുടയ്ക്കലും കൂടെ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും മോന് പകുതി ഉറക്കത്തിലാണ്, ഉണർന്നാൽ കിടക്കണേ. എന്നാലും എഴുന്നേക്കാൻ വേണ്ടയോ എന്ന് ആലോചിച്ച് അവൻ കിടക്കണേ. അപ്പോൾ എന്തായാലും ഇന്ന് ഏകദേശം ഇനി ഇവരെ എഴുന്നേൽപ്പിക്കുക, ഫുഡ് കൊടുക്കുക, മോനെ റെഡിയാക്കി വിടുക, 10 മണിയാകുമ്പോൾ എനിക്ക് പോകണം, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒത്തിരി ഞാൻ വലിച്ച് നീട്ടുന്നില്ല. എന്തായാലും തറ ഒന്ന് ഉണങ്ങി കിട്ടണം, എന്നിട്ടേ മോളൊക്കെ എഴുന്നേൽപ്പിക്കണുള്ളൂ. ഇല്ലെങ്കിൽ നേരെ ഓടിച്ചെന്ന് അത് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഷോപ്പിലോട്ട് പോകുന്നതും ഷോപ്പിലെ വീഡിയോയും മോളുടെ നല്ല കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ വരാം. ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു. നല്ല കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഷോർട്സ് ആയിട്ട് ഇടാനുള്ളതൊക്കെ ഞാൻ നോക്കാം. ഈ മോളെയും കൊണ്ടൊക്കെ പോകുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ടാറ്റാ, ബൈ ബൈ.